ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്നൊരു അച്ചാർ ഉണ്ടാക്കി നോക്കിയാലോ. അതിന് വേണ്ടി നമ്മൾ 1 കിലോ ചെറുനാരങ്ങയാണ് സെലക്ട് ചെയ്തത്. ചെറുനാരങ്ങ ചെറിയ പീസായി കട്ട് ചെയ്യുക. കട്ട് ചെയ്ത ശേഷം നമുക്കിതിൽ വേണ്ടുന്ന ചേരുവകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞ് എടുക്കുക. അത് അരിഞ്ഞ ശേഷം നമ്മൾ എടുക്കുന്നത് ഇഞ്ചിയാണ്. ഇഞ്ചിയും അതുപോലെ ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ട് മാറ്റി വെക്കുക. പിന്നീട് നമ്മളിതിലേക്ക് എടുക്കുന്നത് വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി നമ്മൾ പറഞ്ഞതുപോലെ ചെറിയ പീസാക്കി കട്ട് ചെയ്ത് മാറ്റി വെക്കുക. പിന്നീട് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ഈത്തപ്പഴമാണ്. ഈത്തപ്പഴം നമ്മൾ എടുക്കുമ്പോൾ ചെറിയ മിക്സിയിൽ അടിച്ചെടുക്കണം. അതിനുശേഷം നമ്മളൊരു പാൻ അടുപ്പിലോട്ട് വെക്കുക. അതിലേക്ക് എള്ളെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എള്ളെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മളതിലേക്ക് മുറിച്ച് വെച്ച ഇഞ്ചിയും പച്ചമുളക് വെളുത്തുള്ളിവ ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്ത ശേഷം നല്ലവണ്ണം ഇളക്കി മൂപ്പിക്കുക. മൂപ്പിച്ച ശേഷം നമ്മളതിലേക്ക് കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. അത് നമ്മൾക്ക് ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. ശേഷം നമ്മൾ നല്ലവണ്ണം ഇളക്കി നല്ലൊരു ബ്രൗൺ കളർ വരുന്നവർ നമുക്കത് ഇളക്കി യോജിപ്പിക്കണം. ഇളക്കി യോജിപ്പിച്ച ശേഷം അതിലേക്ക് നമ്മൾ വിനാഗിരി ഒഴിച്ച് കൊടുക്കുക. വിനാഗിരി ഒഴിച്ച് കൊടുക്കുക. വിനാഗിരി വെച്ചാൽ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് പുളിക്കനുസരിച്ച് വിനാഗിരി ഒഴിച്ച് കൊടുക്കുക. പിന്നെ അതിലേക്ക് നമ്മൾ ഈത്തപ്പഴം നേരത്തെ അടിച്ച് വെച്ച് ഈത്തപ്പഴം ഉണ്ടല്ലോ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലവണ്ണം ഇളക്കുക. ഇളക്കി കൊടുത്ത ശേഷം വേണമെങ്കിൽ നമുക്ക് ആദ്യം അതിനകത്ത് വിനാഗിരി ഒന്നും ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ ഉപ്പ് ഇട്ട് കൊടുക്കുക. ഉപ്പിട്ടെടുത്ത് കുറച്ച് നല്ലവണ്ണം ഇളക്കി നല്ല തിള വരുന്നവർ ഇളക്കുക. ഇളക്കി കൊടുത്ത ശേഷം നമ്മളതിലേക്ക് ചെറുനാരങ്ങ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുക. ചെറുനാരങ്ങ ഇട്ട് കൊടുത്ത ശേഷം നല്ലവണ്ണം അത് ഇളക്കി അപ്പം നല്ല കളർ വന്നിരിക്കും. അപ്പോൾ ഇളക്കി യോജിപ്പിക്കുക. അങ്ങനെയാണ് നമ്മൾ ചെറുനാരങ്ങ അച്ചാർ ഉണ്ടാക്കുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.